പ്രൈസ് ദി ലോർഡ്. ഒരു മനുഷ്യൻ സർവ്വലോകം നേടുകയും തന്റെ ജീവനെ എടുത്തു കളയുകയും ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? അതേ, തിരക്ക് പിടിച്ച മനുഷ്യന്റെ ജീവിത യാത്രയ്ക്കിടയിൽ അവൻ മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, നിത്യത എന്നുള്ളത്. ദൈവത്തിന്റെ വചനം പറയുന്നു, സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ, ദൈവം അതതിന്റെ സമയത്ത് സകലതും ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യന്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. ദൈവജനമേ, ഈ പ്രഭാതത്തിൽ ഈ വചനത്തിലൂടെ കർത്താവ് നമ്മോട് സംസാരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത ആവശ്യങ്ങളും അറിഞ്ഞ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, മുന്നൊരുക്കി വെച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ എന്താണ്, ജീവിതത്തിന്റെ നാളെയെ കുറിച്ചുള്ള അതേ വിഷയങ്ങൾ എന്തൊക്കെയാണ്, അതേ ഏതൊക്കെ തലങ്ങളിലാണ് നമുക്ക് ലഭ്യമാകേണ്ടത്, അതെല്ലാം സർവശക്തനായ ദൈവം അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ നാളുകളെ കുറിച്ചുള്ള ഭവന സംബന്ധമായ, തലമുറകൾ സംബന്ധമായ, ശുശ്രൂഷാപരമായ, അങ്ങനെ എല്ലാ തരത്തിലുള്ളതായ വിഷയങ്ങളും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നമ്മുടെ കരങ്ങളിൽ എത്തിക്കുന്ന ദൈവമാണ് നമ്മോട് കൂടെയുള്ളതെന്ന് ഈ പ്രഭാതത്തിൽ വചനത്തിലൂടെ ഒരിക്കൽ കൂടി കർത്താവ് നമ്മോട് വ്യക്തമായി സംസാരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്ന നിത്യതയെ മറന്നു കളയാതെ നിത്യതയ്ക്ക് വേണ്ടി നാളുകളിൽ ഒരുങ്ങി അതേ നിത്യജീവനിൽ പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ പ്രഭാതത്തിൽ അതേ ഇന്നത്തെ പകൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ, കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, അങ്ങനെ ഒരു സമർപ്പണത്തോടുകൂടി നമ്മെ തന്നെ ഒന്നുകൂടി ശോധന ചെയ്ത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും നിത്യതയ്ക്കായി മറ്റുള്ളവരെ ഒരുക്കുവാനും കർത്താവ് നാളുകൾ നമ്മെ സഹായിക്കട്ടെ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.